നിൻ പ്രാണൻ പോകും മുൻ ആത്മാവിൻ രക്ഷയെ നേടിയിടൂ. ശ്രീയേശുപാദേ വരുമോ നീ വേഗം, ശ്രീയേശുപാദേ വരുമോ നീ വേഗം. കാലം നീ കളയാതെ ഇത് മറക്കാതെ. ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു. അതിന് യേശു, പകലിന് 12 മണി നേരമില്ലയോ? പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിന്റെ വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറുന്നില്ല, രാത്രിയിൽ നടക്കുന്നവനോ അവന് വെളിച്ചം ഇല്ലായകൊണ്ട് ഇടറുന്നു എന്നുത്തരം പറഞ്ഞു. പകലിന് 12 മണിക്കൂർ സമയപരിധിയുണ്ട്. എല്ലാത്തിനും ഒരു അവസരമുണ്ട്, എല്ലാത്തിനും ഒരു സമയമുണ്ട്. ജനനത്തിന് ഒരു സമയം, മരണത്തിനൊരു സമയം, വിതയ്ക്കാൻ ഒരു സമയം, കൊയ്യാൻ ഒരു സമയം, സൃഷ്ടിക്കാൻ ഒരു സമയം, സംഹരിപ്പാൻ മറ്റൊരു സമയം, കരയാൻ ഒരു കാലം, ചിരിക്കാൻ മറ്റൊരു കാലം, നെടുവീർപ്പിടാൻ ഒരു സമയം, നൃത്തം ചെയ്യാൻ ഒരു സമയം, ആലിംഗനം ചെയ്യാൻ ഒരു സമയം, ആലിംഗനം ചെയ്യാതിരിക്കാൻ ഒരു സമയം, അന്വേഷിച്ച് കണ്ടെത്താൻ ഒരു സമയം, നഷ്ടപ്പെടുത്തി കളയാൻ ഒരു സമയം, സൂക്ഷിച്ചു വെക്കാൻ ഒരു സമയം, തള്ളിക്കളയുവാൻ ഒരു സമയം, കീറിക്കളയുവാൻ ഒരു സമയം, തുന്നിച്ചേർക്കുവാൻ ഒരു സമയം, സംസാരിക്കാൻ ഒരു സമയം, സംസാരിക്കാതിരിപ്പാൻ ഒരു സമയം, സ്നേഹിക്കാൻ ഒരു സമയം, വെറുക്കാൻ ഒരു സമയം, വഴക്കിടാൻ ഒരു സമയം, അനുരഞ്ജനത്തിനൊരു സമയം. വിശുദ്ധ വേദപുസ്തകത്തിലെ ഈ വാക്യങ്ങളിൽ സമയത്തിന്റെ മൂല്യവും സമയത്തിന്റെ മഹത്വവും വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. കാലം കഴിഞ്ഞു പോയാൽ ആ പ്രവൃത്തിക്ക് ഒരു അർത്ഥവുമില്ല, പ്രയോജനവുമില്ല. കർത്താവായ യേശുക്രിസ്തു മാനവരാശിയെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കാൻ സ്വയം ക്രൂശിൽ യാഗമാക്കപ്പെട്ടു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. മനുഷ്യൻ അവനിൽ വിശ്വസിച്ച് മോക്ഷം നേടുന്ന സമയമാണിത്. രക്ഷിക്കപ്പെടുവാനുള്ള കാലം കഴിഞ്ഞ് അവനെ വിളിച്ചിട്ട് ഒരു പ്രയോജനവും ഉണ്ടാകില്ല. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. തക്ക സമയത്ത് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാം. ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ. ആമേൻ.